കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. തങ്കന്റെ മോളുടെ കഥ. തങ്കന്റെ മോളുടെ കഥ പറയുന്നതിന് മുമ്പ്, തങ്കന്റെ മോള് മാത്രമല്ലല്ലോ ഈ ബിഗ് ബോസ് സീസൺ 7 അതുകൊണ്ട് തന്നെ നമുക്ക് തങ്കന്റെ മോൾക്ക് വളരെ പ്രിയപ്പെട്ട അനുമോളുടെ കഥയിൽ നിന്നൊന്ന് തുടങ്ങിയാലോ? അനിമോൾ RS കാത്തു, അങ്ങനെ കണ്ടല്ലേ? മറ്റേ കോമഡി സ്റ്റാർസിലും സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അനുമോൾ, സീരിയൽ ആക്ട്രസ്. അനുമോളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? അനുമോൾക്ക് ബിഗ് ബോസിൽ പുതിയൊരു ക്രഷ് ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞോ? പറയാം. അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 10 ഡേ 9 റിവ്യൂയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരപ്പെട്ട സൈക്കോ ബോയ് പ്രിയപ്പെട്ട സൈക്കോ ബോയ്. അപ്പോൾ അനുമോള് സത്യം പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഈ ചൊറിച്ചിലമ്മായി എന്ന് പറയത്തില്ലേ, അതാണ് അനുമോള്. അത് ആവശ്യമില്ലാത്ത ഈ തുണിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അനുമോൾക്ക് ഒരു ടൈപ്പ് ഓഫ് ചൊറിച്ചിലുണ്ട്. ജിസൈലിൻ്റെ തുണി കുറച്ച് കുറഞ്ഞു പോയി, അപ്പം അത് കാണുമ്പോൾ അനുമോൾക്കൊരു പൊള്ളല, മനസ്സിലായില്ലേ? അപ്പം തിരിച്ച് അനുമോൾക്ക് എന്തും പറയാം, ആരുടെയെങ്കിലും ഒക്കെ തുണി കാണുമ്പോൾ ചൊറിയാം. പക്ഷെ അനുമോളുടെ ഹൈറ്റ് കുറവിനെ പറ്റി ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞാൽ അനുമോൾ അടുത്ത കാടിറക്കും. കരച്ചിൽ കാട് എന്നും പറഞ്ഞൊരു കരച്ചിൽ അങ്ങോട്ട് തുടങ്ങും. കൊള്ളാം, നല്ല കാടാണത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് അനുമോളെ പറ്റി പറയുമ്പോൾ അതൊന്നുമല്ല പറഞ്ഞു തുടങ്ങട്ടെ. അതിനു മുമ്പ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം അനുമോളെ പിടിച്ച് പൊരിച്ച ഒരു പരിപാടിയുണ്ട്. അതായത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ ഒരു സ്ഥലത്തിരുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് അത് ചോദിക്കുമ്പോഴത്തേക്ക് അനുമോൾ കിടന്ന് ഉരുളുന്നുണ്ട്. അയ്യോ ലാലേട്ടാ, അത് അങ്ങനെയല്ലേ ലാലേട്ടാ, അക്ബറൊക്കെ നോക്കുമ്പോൾ അത് പെട്ടെന്ന് പേടിയാവുന്ന ഒരു നോട്ടമാ ലാലേട്ടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നൊരു സാധനം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുപോലൊരു പരിപാടി അനുമോള് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അതിനകത്തു നിന്നാണ്. അതായത് നമ്മുടെ നെവിൻ ഉണ്ടല്ലോ, നെവിൻ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, രാത്രിയിൽ പാതിരാത്രിക്ക് നമ്മുടെ ശൈത്യം അനുമോളും ഒന്നിച്ചാണ് കിടക്കുന്നത്. അവരുടെ അടുക്കിലോട്ട് വന്നിട്ട് അവരെ വന്നൊന്ന് ചൊറിയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആ കട്ടിലേന്ന് എണീക്കുമ്പോഴത്തേക്ക് ഇവൻ അവിടെ കയറി കിടക്കും. ഇവർ രണ്ടുപേരും എണീറ്റ് കഴിയുമ്പോഴാണ്, ഞാൻ അത്രേ കണ്ടുള്ളൂ കേട്ടോ, ഞാൻ അതിന് മുമ്പുള്ള കണ്ടില്ല. ഞാൻ കാണുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ആ കട്ടിലേന്ന് എണീച്ചതിന് ശേഷം നെവിൻ ആ കട്ടിലേ കയറി കിടക്കുന്നു. അപ്പോൾ അനുമോൾ അവനെ അവിടുന്ന് കുത്തിപ്പൊക്കിയിട്ട് ഇപ്പറേ വേറൊരു കട്ടിലുള്ള കാണിച്ചു കൊടുക്കുന്നു. അവൻ അവിടെ കിടക്കുന്നു. അനുമോൾ തന്നെ അവനെ പുതപ്പിക്കുന്നു, പോകുന്നു. ഇതാണ് ഞാൻ കണ്ടത്. പക്ഷെ അനുമോള് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് നെവിൻ രാത്രി വന്ന് ഞങ്ങളുടെ അടുക്ക കിടന്നു എന്നൊരു ഡയലോഗ് പറയുന്നത് കേട്ടു. അവൾ സത്യം പറഞ്ഞുണ്ടല്ലോ, ട്വിസ്റ്റ് ആവശ്യമില്ലാതെ. അനുമോൾക്ക് ഇനിയും ബോധം ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടെന്ന് അനുമോൾക്ക് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടതാണ്. അവൻ അവിടെ പോയി ഇവർ രണ്ടുപേരും കട്ടിലെ നെനിച്ചതിന് ശേഷമാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ അതിപ്പോൾ അവരവിടെ കിടന്നപ്പോൾ ഇവൻ വന്ന് കിടന്നു എന്നൊക്കെ പറഞ്ഞ് അവന് വൃത്തിയായിട്ടൊരു ഇമേജ് ആൾക്കാരുടെ ഫ്രണ്ടിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള അനുമോൾ ശ്രമിക്കുന്നുണ്ട്. അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യം എന്താ? കുത്തിത്തിരിപ്പം നല്ല പറയണ്ടേ. ഒരാളുടെ മുഖത്ത് കരിവാരി തേക്കുക, ആ പരിപാടി അനുമോൾ നല്ല രീതിയിൽ മുന്നിട്ടിറങ്ങി ചെയ്യുന്നുണ്ട്. ഇത് നാട്ടുകാർ കാണുന്നതാണ്. നാട്ടുകാർക്ക് മനസ്സിലാവുമ്പോൾ നിന്റെ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്മയും ഇങ്ങനെ മറ്റുള്ളവരെ വലിച്ച് മറ്റേ മുഖത്ത് കരിവാരി തേക്കുന്ന പരിപാടികൾ ജനങ്ങൾ കാണും, പിടിച്ച് കീറി വിടും. നിന്നെ ഉള്ള കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു. ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങളോട് പറയാന്നല്ലേ ഉള്ളൂ, അവളോട് എന്തിനാ പറയുന്നത്? അവൾ അതിനകത്ത് സുഖമായി ഇരിക്കുകയല്ലേ, പുതിയ ക്രഷൊക്കെ ആയിട്ട്. ക്രഷ് ആരാന്നറിയാമോ? ആര്യനോടാണ് പുതിയ ക്രഷ്. പറയാം, അതിലേക്കൊക്കെ വരാം. അപ്പം അതിന് മുമ്പായിട്ട് അനുമോള് ഇങ്ങനൊരു പരിപാടി അവിടെ പറയുന്നുണ്ട്. അനുമോളും ശൈത്യം കട്ടിലേ കിടന്നപ്പോഴാണ് ഈ പരിപാടി ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കിച്ചണാണ്. കിച്ചണിൽ നമ്മുടെ ജിസൈൽ രാവിലെ തകൃതിയായിട്ടുള്ള കുക്കിങ്ങിലാണ്. ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ജിസൈൻ ഓവനകത്തുനിന്ന് എന്തോ എടുത്തിട്ട് ആ ഓവൻ്റെ ഡോർ അടയ്ക്കാൻ മറക്കുന്നു. തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് അറിയാലോ, അനീഷ് മോൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കോമണർ ഒരു കാര്യമില്ല, അങ്ങോട്ട് അടയ്ക്കേണ്ട കേസേ ഉള്ളൂ. അതിന് വരെ അവൻ അങ്ങോട്ട് ചൊറിച്ചിന് തുടങ്ങി. അപ്പം അവൻ്റെ ടീം തന്നെയാണ് കിച്ചൺ ടീം. അപ്പോൾ ഒരാളത് അവിടെ നിന്നൊരു സാധനം എടുത്തപ്പോൾ അത് അടച്ചില്ല. ഇവരവിടെ നിൽപ്പുണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടന്ന് കറങ്ങുക, അങ്ങ് അടച്ച് തീർന്നേ ഉള്ളൂ. പക്ഷെ അവനത് കണ്ടന്റ് വേണം, അതുകൊണ്ട് തന്നെ അവരത് അടച്ചിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് ചൊറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു ടീമിലില്ലാത്ത നമ്മുടെ സരിക വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യും. അപ്പോഴത്തേക്ക് ചൊറിച്ചിലങ്ങ് മൂത്ത് അങ്ങോട്ട് തുടങ്ങിയില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനിയും വന്ന് പിടിക്കുന്നുണ്ട് ശരികയുടെ കൂടെ. ശാരികയല്ല, സരിക, കലാഭവൻ സരിക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി അനീഷ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ അപ്പാനി വരുമല്ലോ, ചാടി വന്ന് കണ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസും വരുന്നു, ചൊറിച്ചിൽ നടക്കുന്നു. അതിനുശേഷം എല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിരിക്കുമ്പം
ഷാനവാസിന്റെ അടുക്കെ അല്ലല്ല ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബിന്നി വന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഫുഡ് ചോദിച്ചുടനെ അനീഷ് പറയുന്നുണ്ട് വായുന്ന് എടുത്ത് അങ്ങ് തിന്നു. ഉടനെ ബിന്നി പറയുന്നു ഇങ്ങനെയാണോ ചേട്ടാ ചോദിക്കുമ്പോൾ ഭക്ഷണമാ ചോദിച്ചത്, ഞങ്ങളിവിടെ നിങ്ങളാ കിച്ചൺ ടീം, നിങ്ങളുടെ അടുക്കലാ ചോദിക്കേണ്ട, ഭക്ഷണം എന്താ? അപ്പൊ പുള്ളിയുടെ സൗകര്യത്തിന് അനീഷിനെ അറിയാലോ ഒരു കൈൻഡ് ഓഫ് ചൊറിച്ചിലാണ്. സത്യം പറഞ്ഞാൽ ഈ ചൊറിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാറുമുണ്ട്. അതേപോലെ ഇവൻ വലിയ രീതിയിലുള്ള മണ്ടത്തരം, ഒരാൾ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ വായുവിനെടുത്ത് തിന്നോളാൻ പറയുന്ന ഏത് കിച്ചൺ ടീമാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ചില പരിപാടികൾ അനീഷിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ഇതും കേട്ടിട്ട് ബിന്നി കുറച്ചും കൂടെ മാറിപ്പോയിരിക്കുന്നു. ബിന്നി അടുക്ക ഷാനവാസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഒനീലും ഉണ്ട്. അപ്പോൾ ബിന്നി അവിടെ ഇരുന്നിട്ട് എരിവി കയറ്റി കൊടുത്തതല്ല, അവിടെ ഇരുന്ന് അങ്ങ് പറഞ്ഞതാണ് ഇയാൾ എന്തിനാ ഈ അനീഷ് അവിടെ കിടന്ന് കൂവുന്നത്, കിച്ചണല്ലേ, ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തെറിക്കത്തില്ലേ? നമ്മൾ നോർമലി ഞാനൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വായിന്നൊക്കെ തെറിച്ചു പോകും, മനുഷ്യനാണ്. അതേപോലെ തെറിച്ച് ഭക്ഷണത്തിനകത്ത് അത്രയും പേര് കഴിക്കുന്നതാണ്, മനസ്സിലായില്ലേ? സോ അതൊക്കെ ഒന്ന് നോക്കിക്കൂടെ എന്ന് ബിന്നി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പുറകെ ഷാനവാസ് മുടിയിൽ കൂടെ ചാടി ഇറങ്ങി നേരെ അനീഷിൻ്റെ അടുക്കെ പോയിട്ട് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, വേണമെങ്കിൽ തിന്നാ മതിയടാ എന്ന്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ വേണ്ട ഞാനത് പറഞ്ഞ മോശമാണ്, വേണ്ട ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ ആ ഡയലോഗോടെ പറയേണ്ട ഒരു കാര്യമില്ല. ഭക്ഷണത്തിൽ തുപ്പൽ തെറിക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ ഓർക്കുന്നുണ്ടല്ലോ ചായക്കകത്ത്. ഇത് അതിൻ്റെ വേറൊരു പരിപാടിയാണ്, വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വന്ന് വീഴുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്, നീ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്, തുപ്പൽ വീഴും. അപ്പൊ അത് വേണമെങ്കിൽ തിന്നാ മതി എന്ന് അനീഷ് പറയുന്നതിനകത്ത് എന്തൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ കുറച്ച് മാന്യമായിട്ട് ഡീൽ ചെയ്യേണ്ട കേസായിരുന്നു. അതിന്റെ പേരും പറഞ്ഞ് കുറച്ച് ഒച്ചയും ബഹളം ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മുടെ അനീഷിന്റെ കിച്ചൺ ടീമിൽ തന്നെ ഉള്ളതാണല്ലോ അക്ബർ. അപ്പൊ ഷാനവാസിനെ കാണുമ്പോൾ എന്താണെങ്കിലും ഒരു ചൊറിച്ചിൽ വരും. ചൊറിഞ്ഞു. ഷാനവാസും ഉനിയിലും ഒരു ടീം, അപ്പുറം നിന്നുകൊണ്ട് അക്ബറാണ് നിന്ന് സംസാരിക്കുന്നത്. അനീഷ് ഒതുങ്ങിപ്പോയപ്പോഴത്തേക്ക് പക്ഷെ അനീഷ് അല്ല അക്ബർ ഇത് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അക്ബറുടെ വായിൽ നിന്ന് ഒരു തെറി വീഴുന്നുണ്ട്. ഷാനവാസും ഉനിയിലും കൂടെ ക്യാമറ വന്നിട്ട് അത് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് അത് കേട്ട ഭാവം പോലും നയിച്ച് എടുത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി സാധാരണ അങ്ങനത്തെ തെറിയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പിടിച്ചൊരു ആട്ടാട്ടേണ്ടതാണ്. പക്ഷെ ഒന്നും മിണ്ടിയില്ല, അതവിടെ കഴിയുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പാനി ചാടി വീഴുന്നുണ്ട്. കാരണം അക്ബറിനെ തൊട്ട് അക്ബറുമായിട്ടുള്ള വഴുക്കിന് എന്താണെങ്കിലും അപ്പാനി വന്ന് കയറും. അപ്പാനി വന്നിട്ട് പിന്നെയും കാണാൻ പോണം. എന്താന്ന് പോലും അറിയുമോന്ന് അറിയത്തില്ല. അപ്പാനി അങ്ങനെ ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പാനിക്കായിട്ടൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അപ്പാനിയായിട്ടൊന്നും പറഞ്ഞടിക്കുന്ന പരിപാടിയില്ല. അക്ബറിന്റെ കേസിലോ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ചാടി വീണ് മുട്ടുന്നൊരു കേസാണ്. എന്നിട്ട് ഈ അപ്പാനിയും അക്ബറും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിയിരിക്കുന്ന കാണുന്നുണ്ട്. അവിടെ വെച്ച് അപ്പാനി പറയുന്നുണ്ട് അക്ബറിൻ്റെ അടുക്കെ, എനിക്ക് കുരു പൊട്ടിപ്പോയടാ, നിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് അടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞ് കുരു പൊട്ടി, അതാണ് ഞാൻ വന്നിട്ട് അങ്ങോട്ട് കനത്തിൽ കൊടുത്തതെന്നൊക്കെ അപ്പാനി വലിയ എന്തോ കാര്യം ചെയ്ത പോലെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പാനിയുടെ ഗെയിമേ അല്ല, ഒരു കാര്യമില്ല. അപ്പാനി ഇങ്ങനെ അക്ബറിനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ച അവസാനം കൈ മേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അക്ബറും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടടാ, നിനക്ക് പറയണമെങ്കിൽ മാത്രം വന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ എനിക്ക് എൻ്റെ നാക്കുണ്ട്, എനിക്ക് അവന്മാരെ അടിച്ചിടാനുള്ള കഴിവുമുണ്ട്, നീ വന്നിട്ട് ഞാനവിടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറി വരണ്ട എന്നുള്ളൊരു സാധനം അക്ബർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഇടയ്ക്കുള്ള ആ ഒരു ബോണ്ടിൻ്റെയോ, കാരണം അപ്പാനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ജെനുവിനാന്ന് ചിലപ്പോൾ അക്ബറിന് തോന്നിയോണ്ടായിരിക്കും അക്ബർ അത് പറയുന്നത്. നീ ഞാൻ എന്ത് കയറി പിടിക്കുന്നതെന്നും പറഞ്ഞ് അത് വന്ന് പിടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തോന്നുവാണെങ്കിൽ മാത്രം വന്ന് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് വേറൊരു സീൻ ഞാൻ കാണുന്നത്. അതായത് നമ്മുടെ ആര്യം വന്നിട്ട് ഈ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു മറ്റേ ഷൈക്കാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടി, ഇങ്ങനെ മറ്റേ ഊണേ ഹായ് ഈ സാധനമില്ലേ, ഈ ഒരു പരിപാടി നമ്മുടെ ആദില, നോറ, പിന്നെ ആരായിരുന്നു, ബിന്നി അല്ല വേറെ ആരോ ഓടി ഇരിപ്പുണ്ട്, ഒനിയില്, ഇവരുടെ അടുക്കലേക്ക് ഇത് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. എല്ലാവരുടെ അടുക്കലും, ഒട്ടുമിക്ക എല്ലാവരുടെ അടുക്കലും ചെയ്തു. അപ്പോഴത്തേക്ക് ബിന്നി നോക്കുമ്പം അനുമോളുടെ അടുക്ക മാത്രം ഇത് ചെയ്തില്ല. അപ്പൊ ഇത് ചെയ്യാതെ പോകുമ്പോഴത്തേക്ക് അനുമോളും ശൈത്യയും കൂടെ ഒരു ഈ ഒരു സാധനം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഒറ്റയ്ക്ക് ഒന്നിച്ച് രാത്രി, ഒറ്റയ്ക്കെന്നല്ല, ഇവർ രണ്ടുപേരുമാണ് രാത്രി കിടന്ന് ഉറങ്ങുന്നത്. അനുമോളും ശൈത്യയാണ് ഇപ്പോൾ ഈ ഒരു ഇരിപ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണ് വെച്ചിട്ടുള്ള ഒരു സാധനം ബിന്നി അത് ക്യാച്ച് ചെയ്തു. ബിന്നി ആര്യൻ പോയ ഉടനെ ചാടി എണ്ണിട്ടിട്ട് അനുമോളെ ഒരു ക്രഷ് മടക്കുന്നുണ്ടല്ലോ. അപ്പത്തേക്ക് അനുമോളുടെ ചുവന്നങ്ങ് തുടുത്തിട്ട് നേരെ എടീന്നും പറഞ്ഞ് നേരെ നമ്മുടെ ശൈത്യയുടെ കൊങ്ങയൊക്കെ പിടിച്ച് രസത്തിന് ഒരു തമാശ രീതിയിൽ രണ്ടുപേരും കൂടെ നിന്നെ ഞാൻ കാണിച്ചു തരാടി, നീ ഇങ്ങനെ നോക്കരുത്, എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ള കുറച്ച് സാധനങ്ങൾ പറയുന്നുണ്ട്. അതായത് അതിനകത്തുനിന്നൊക്കെ എനിക്ക് മനസ്സിലായത് അനുമോൾ ഒരു വൺ വേ വല്ല ഇട്ട് നോക്കുന്നുണ്ട്, എങ്ങാനും കൊത്തിയാലോ ആ ഒരു മൂഡായിരിക്കാം. ഇത്തവണ നമ്മൾ ലവ് സ്ട്രാറ്റജി ഒന്നും കണ്ടില്ലല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും പൊങ്ങി വരുമായിരിക്കും. ചിലപ്പോൾ അനുമോള് പോയൊരു പ്രപ്പോസൽ, ആട്ട് കിട്ടുന്നത്, ഉപ്പല് കേൾക്കുന്നത്, അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു മിഡ് വീക്ക് എവിക്ഷൻ പരിപാടി വരാൻ പോവാണ്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ച, ചൊവ്വാഴ്ച അല്ല ബുധനോ, നാളെയോ മറ്റന്നാളോ ആയിട്ട്
ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്നല്ല, ബിഗ് ബോസ് അതിന് ശേഷം ആ പേര് കുറച്ചുകൂടെ മാറ്റിയിട്ട് ഒരു കുറച്ചുകൂടെ പ്യൂർ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുന്നുണ്ട്. എവിക്ഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, മിഡ് വീക്ക് സസ്പെൻഷൻ. അതായത് രണ്ടുപേര് കുറച്ച് നാളത്തേക്ക് ഒരു ഡെഡ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് മാറ്റും. അവിടെ ക്യാമറ കാണത്തില്ല, അവരെ കാണിക്കത്തില്ല. ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് പുറത്തേക്ക് അവരെ മാറ്റി നിർത്തും രണ്ടുപേരെ. പക്ഷെ എവിക്റ്റ് ചെയ്ത് വിടുന്നു എന്ന് പറയുന്നില്ല, മാറ്റി നിർത്തും. അതപ്പം ആരായിരിക്കും? നേരത്തെ ഒരു 6 പേരെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ, നമ്മുടെ റെണ, ഉണീല്, അനീഷ്, പിന്നെ സരിക, രേണു, ശാരിക. അപ്പൊ ഇവരിൽ നിന്ന് 2 പേരായിരിക്കും. അപ്പൊ ഇവർക്ക് വേണ്ടി 1-2 ടാസ്കുകൾ ഇനി നടത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും പുറത്ത് തട്ടുന്നത്. അപ്പൊ ഇവർക്ക് 6 പേർക്കുമായിട്ട് ഓരോരുത്തർക്ക് 500 പോയിന്റ്സ് വെച്ചൊക്കെ കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് 2 പേര് പോകുമ്പോൾ ആ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു 1000 പോയിന്റ് കിട്ടും. ആ 1000 പോയിന്റിന് പിന്നെ ഇവർ 2 പേരും വെളിയിൽ പോയതിനു ശേഷം പണിപ്പുരയിൽ നിന്ന് ഇവർക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ 6 പേർക്കും ഡയറക്റ്റ് ആയിട്ട് ഒരു ടാസ്കിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. ഈ 6 പേരും ഇവർക്ക് വിശ്വാസമുള്ള 2 പേരെ വെച്ച് സെലക്ട് ചെയ്യുക. ആ 2 പേരായിരിക്കും ഇവർക്ക് വേണ്ടി ടാസ്ക് കളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ആദ്യത്തെ ടാസ്കിൽ ഇവർ കളിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി ഇവർ സെലക്ട് ചെയ്ത 2 പേരാണ് കളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ റെണ, ജിസേലിനെ, ആര്യനെ ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നുണ്ട്, ശാരികയാണെങ്കിലും രേണു ആണെങ്കിലും സരികയാണെങ്കിലും. പക്ഷേ എനിക്ക് അവിടെയും ഒരു ഗെയിം എനിക്ക് മണത്തത് അനീഷിന്റെ കാര്യത്തിലാണ്. കാരണം അനീഷ് സെലക്ട് ചെയ്തത് അനീഷിനെ തീരെ ഇഷ്ടമല്ലാത്ത അപ്പാനിയെയും അനുമോളെയാണ്. വേറെ ആരെ സെലക്ട് ചെയ്തില്ല. അത് ചിലപ്പം നമ്മുടെ ഈ അനീഷിന്റെ ഒരു ഗെയിം ആയിരിക്കാം. കാരണം തന്നെ വെറുക്കുന്ന ഏറ്റവും നല്ല 2 പേരെ, അല്ലെങ്കിൽ തന്നെ അത്രയ്ക്കും വെറുക്കുന്ന 2 പേരെ പിടിച്ച് പിക്ക് ചെയ്തിങ്ങ് എടുത്തു. അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് അയ്യോ നല്ല മനുഷ്യൻ അനീഷിന് ഇതേ പൊറുക്കാനൊക്കെ പറ്റി, കണ്ടോ അവന്റെ ശത്രുക്കളെ തന്നെ അവൻ വിളിച്ച് കയറ്റി അവനെ സഹായിക്കാനായിട്ട്. ആ ഒരു മൂഡ് ചിലപ്പോൾ കാണികൾക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ അവർ ചതിക്കത്തില്ല എന്ന് ചിലപ്പോൾ ഉള്ളുകൊണ്ട് തോന്നിയോണ്ട് അനീഷിന് അങ്ങനെയൊക്കെ തോന്നുക, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിലും അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ജിസേലിന്റെ ഡ്രസ്സിന്റെ പ്രശ്നം, അയ്യോ എനിക്കറിയാൻ വയ്യ. ബിഗ് ബോസും പറയുന്നുണ്ട് അത് പ്രശ്നം ഇൻ ദ സെൻസ് ഈ മേക്കപ്പ്. അത് ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോഴാണെങ്കിലും ലാസ്റ്റ് ഇവള് മേക്കപ്പ് ആയിട്ടോ ഒക്കെ പിന്നെ ഇവളുടെ എന്തൊക്കെ മിസ്സായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് പകുതി മുക്കാലും കൊടുത്തിട്ടില്ല. ഇവളുടെ അതിനകത്ത് ഇരിപ്പുണ്ട്. ജിസേൽ എത്ര കിട്ടിയാലും ജിസേൽ പഠിക്കത്തില്ല. അവൾക്ക് അത് അങ്ങനെയാണ്. ചിലർക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. ഇപ്പൊ എന്താ പറയണ്ടേ? ചിലർക്ക് സിഗരറ്റ് വലിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കള്ള് കുടിച്ചാലേ ഓരോ ദിവസം മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ജിസേലിന് പക്ഷെ അത് മേക്കപ്പാണ്, അവളുടെ ഡ്രസ്സാണ്. സോ അവളുടെ ഒരു ഡ്രസ്സ് കീറിപ്പോയെന്നും പറഞ്ഞാൽ അവളുടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് കൊടുത്തു എന്ന് പറഞ്ഞൊരു ഡ്രസ്സൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. അത് ബിഗ് ബോസ് കൊടുത്തതല്ല, അവൾ അടിച്ചു മാറ്റി വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ ഇട്ടുകൊണ്ട് നടന്ന ഡ്രസ്സ്, അത് അനുമോളൊക്കെ പറയുന്നുണ്ട്, അവൾ ഇട്ടുകൊണ്ട് നടന്ന ഡ്രസ്സ് അവൾ മനഃപൂർവ്വം കീറിയതാണ്, അത് അവൾക്ക് ഫിറ്റ് അല്ല, അപ്പോൾ വേറെ ഇടാൻ വേണ്ടിയിട്ട് അവൾ കീറിയതാണ് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ബിഗ് ബോസ് ഇത് പറയുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ നമ്മുടെ അനുമോൾ അവിടെ ഇരുന്നിട്ട് ചൊറിയുന്നുണ്ട് ജിസേലിനെ. എന്തോ അവളിങ്ങനെ ഡ്രസ്സ് കുറച്ച് മേപ്പോട്ട് കയറ്റിയിടുന്നതിന് അതിനെന്തോ അതിൻ്റെ ഒന്നും ആവശ്യം അനുമോൾക്കില്ല. പക്ഷെ അനുമോൾ നേരത്തെ തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ട് ജിസേലിന്റെ ഡ്രസ്സിനോട് ഒരു ഇച്ചിരി ചൊറിച്ചിലുള്ള കൂട്ടത്തിലാണ്. അവിടുത്തെ ആണുങ്ങൾക്കില്ല, പക്ഷെ അനുമോൾക്ക് എനിക്ക് അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റുന്ന, ചിലപ്പോൾ അത് ഉള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ ഉള്ളില്. എന്താണെങ്കിലും അനുമോൾക്ക് ഒരു ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിൽ അവിടെ കാണിച്ചു. നേരെ ജിസേൽ ഒരു കൊട്ടം കൊടുത്തു, എടി മോളെ ഇതൊക്കെ ഇട്ട് നടക്കണമെങ്കിൽ ഇച്ചിരി ഹൈറ്റ് ഒക്കെ വേണം, നിനക്ക് അത് ഇല്ലാത്തോണ്ടാ എന്നൊരു സാധനം. അയ്യോ അങ്ങോട്ട് തുടങ്ങി എന്റെ മോള് പറഞ്ഞ് കളിയാക്കി. നേരെ കക്കൂസിലോട്ടോടി. അവിടെ ചെന്നിട്ട് നിന്ന് കരയുക. എനിക്കറിയാൻ പാടില്ല. ഇവള് വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ കരയത്തില്ല, ഞാൻ എല്ലാവരോടും കരയത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട് വന്നത്. ഇത് വന്ന അടുത്ത ദിവസം തൊട്ട് ഇവര് കരച്ചില്ല, കംപ്ലീറ്റ് കരച്ചില്ല. എന്തായാലും അനുമോള് എനിക്കറിയാൻ പാടില്ല, ഇത് ഇവളുടെ കാടാൻ തോന്നുന്നില്ല. ഇവള് ഒറിജിനലായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെയുള്ള ഐറ്റത്തിനെയൊക്കെ വീട്ടിൽ ഇരുത്തിയാൽ പോരെ. പിന്നെ മൊത്തം മനസ്സിനകത്ത് കുശുമ്പും കുന്നായ്മയും മറ്റേ ആരെങ്കിലും എന്തെങ്കിലും ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചൊറിച്ചിലും ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് സത്യം പറഞ്ഞത്. അതും പോട്ടെ, ജിസേലിന്റെ കാര്യത്തിൽ പിന്നെ ഞാൻ വിടും. പക്ഷെ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞാൻ ആ നെവിന്റെ കാര്യത്തിൽ കണ്ടതും കഴിഞ്ഞ ദിവസം അക്ബറിന്റെ കേസിൽ പിന്നെയും പോട്ടെന്ന് പറയാം. പക്ഷെ നെവിന്റെ കേസിൽ ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ലൈവിലൊക്കെ കണ്ടതാണ്. ഇവർ രാത്രി അവിടെ കിടക്കുന്നതും ശൈത്യയും അനുമോളും ഒന്നിച്ച് കിടക്കുന്നതും ഇവർ കഥ പറയുന്നതും അതിൻ്റെ ഇടയ്ക്കോട്ട് നെവിൻ വരുന്നതും ഇവർ രണ്ടുപേരും കെട്ടിലേന്ന് എണീറ്റ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇവരവിടെ കയറി കിടക്കുന്നതും. എന്നിട്ട് ഇന്ന് അവൾ പറയുന്നു അവരവിടെ കിടന്നപ്പോൾ ഇവനവിടെ സൈഡിൽ വന്ന് കിടന്നെന്നൊക്കെ. അതൊക്കെ 100% കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായ ഒരാളാണ് ഞാൻ. ഇനി ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണേ. പറയാൻ പറ്റത്തില്ല, ചില മനുഷ്യനാണ് ഞാൻ, ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവളിന്ന് ജിസേലിന്റെ കേസിൽ ഇത്രയും ഡ്രസ്സിന്റെ ഇത് കാണിച്ചിട്ടും ഇവിടെ അവിടെ കിടന്ന് കരയുന്ന കണ്ടിട്ടും എനിക്ക് ഇവളോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇവളുടെ ഗെയിം ആണെന്നും തോന്നിയില്ല. ഇനിയിപ്പം മറ്റേ വിക്ടിം കാർഡല്ല ക്രൈം കാർഡ് ഇറക്കിയതാണെങ്കിൽ
ഒരു വില നമ്മൾ കൊടുക്കത്തുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അതിൻ്റെ ആവശ്യമില്ല, ഗെയിം കളിച്ച് ജീവിക്കണം. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മിഡ് വീക്ക് സസ്പെൻഷൻ്റെ ടാസ്ക് വരുന്നു. ടാസ്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറം വേറെ എന്തോ ഒരു കളർ വെള്ളമോ അതിനകത്തുനിന്ന് കുറച്ച് കീ എങ്ങാണ്ട് എടുത്തിട്ട് ഈ ബോക്സ് തുറക്കണം. അപ്പോൾ ഈ ബോക്സ് തുറന്നിട്ട് അതിനകത്ത് ഇവരുടെ കയ്യേലും കാലേലും ഇടാനായിട്ട് ഓരോ സാധനങ്ങളുണ്ട്. അത് ഇട്ടിട്ട്, അത് രണ്ടുപേരാണല്ലോ കളിക്കുന്നത്, അപ്പം ഇതിട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി ഒരാൾ നിൽക്കണം. ഈ ചെറിയ എന്തോ ഒരു കളർ വെള്ളത്തിനകത്തുനിന്ന് ഈ കീ എടുത്തിട്ട് ഈ ബോക്സ് തുറക്കാനായിട്ട് ഒരാൾ നിൽക്കണം. ഈ ബോക്സ് തുറന്നു കഴിയുമ്പം അതിനകത്തിരിക്കുന്ന സാധനം എടുത്തിട്ട് ഈ റെസ്റ്റ് നമ്മുടെ കൈയൊന്നും അടിപെടാതിരിക്കാനുള്ള സാധനങ്ങൾ അതെടുത്ത് ഇട്ടിട്ട് നേരെ ഒരു ചെളിക്കുണ്ട് പോലൊരു സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങി തപ്പിയെടുക്കണം പോയിന്റ്സ്. അതാണ് ഗെയിം. അപ്പം അത് നന്നായിട്ട് എല്ലാവരും കളിച്ചു കേട്ടോ. പക്ഷേ അനീഷും അനുമോളും, ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ അനീഷല്ല നമ്മുടെ അപ്പാനി അനുമോളും ഇവർ മനഃപൂർവ്വം അനീഷിനിട്ട് പണി കൊടുക്കാനായിട്ടൊന്ന് ലേറ്റ് ആക്കിച്ചതാണോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവർ നന്നായിട്ട് കളിച്ചു. എന്താണെങ്കിലും അനീഷ് അവരെ നൈസായിട്ട് നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നൈസായിട്ട് ആ ഗെയിം കഴിയുന്നു. പക്ഷേ അനീഷിനാണ് ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയത്, 3 പോയിന്റ് എങ്ങാണ്ടേ കിട്ടിയുള്ളൂ. അനീഷിനും നമ്മുടെ ശാരികയ്ക്കുമാണ് ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയത്. ഇനി അവരാണോ പുറത്ത് പോകുന്നത്, അതോ ഇനിയും ടാസ്കുകളുണ്ടോ നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ കഴിയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അക്ബറും രേണുവും തമ്മിൽ മറ്റേ സെപ്റ്റിക് ടാങ്ക് കേസുണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ അത് ഒരാഴ്ച കൊണ്ട് കോംപ്രമൈസ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കോംപ്രമൈസിന് വേണ്ടി കുറേ പാട്ടൊക്കെ നേരത്തെ പാടി കൊടുക്കുന്നുണ്ട്. പിന്നെ രേണുവിന് വേണ്ടി ചപ്പാത്തി ഹേർട്ട് സിമ്പലിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ രേണു കഴിക്കുന്നുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്ത്. പക്ഷെ എന്നാലും കോംപ്രമൈസ് ആവില്ല എന്ന് രേണു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ കാണിക്കുന്ന എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ശാരികയാണ്. അത് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശാരിക തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് തോന്നരുത്, പക്ഷെ എന്നോടാണ് ഈ ചെയ്തതെങ്കിൽ ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന രീതിയിലൊക്കെ അവളിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കൺവിൻസ് ആയിട്ടില്ല എന്തായാലും നമ്മുടെ രേണു. ഇത് കഴിയുമ്പോഴാണ് നെവിൻ്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ആ ഒരു കേസിൽ ഞാൻ നെവിനോട് സപ്പോർട്ട് ചെയ്യില്ല. എല്ലാവരും കുറേ ഞാൻ കമൻ്റൊക്കെ കണ്ടു, നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. നെവിൻ പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ അവനത് പറയുമ്പോഴും അവൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം. അതായത് നെവിൻ പറയുന്നത് പോയിന്റാണ്. നെവിൻ ഈ നമ്മുടെ ഈ ബെസൽ ടീമിലുള്ളതാണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകാം. പക്ഷേ അവനവൻ കഴിച്ച പാത്രം, അവനവൻ ചായ കുടിച്ച പാത്രം, അത് അവനവൻ തന്നെ കഴുകുക, ബാക്കി നമ്മൾ കഴുകിക്കോളാം എന്നുള്ളൊരു സാധനം നെവിൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പാനിയുള്ള ഗ്രൂപ്പാണ്, അപ്പാനി എല്ലാം ചേർന്നിട്ടാണ് നെവിനെ ക്യാപ്റ്റൻ ആക്കുന്നത്. അപ്പാനിയല്ല ഷാനവാസാണ് ആക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും അപ്പാനിയൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. അപ്പാനിയൊക്കെ അത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നെവിൻ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അപ്പാനി ഇത് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് അപ്പാനിയുടെ ഗെയിം. ഇല്ലില്ല, തന്നാൽ മതി, ഞാൻ ചെയ്തോളാം, ഞാൻ പാവം മാന്യൻ, ഞാൻ എല്ലാവരുടെയും കഴുകിക്കോളാം. പക്ഷേ നെവിൻ പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്, സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴിക്കുന്ന ആരാണോ അവർക്ക് തന്നെ കഴുകിക്കൂടെ. പക്ഷെ അത് പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇപ്പം സാറ്റർഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചിലപ്പോൾ ആ ഒരു കേസിൽ നെവിനെ സപ്പോർട്ട് ചെയ്യും. കാരണം അത് പറഞ്ഞാൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ തന്നെ കഴുകി വെക്കണം. പക്ഷെ അത് ആരും അവിടെ കേൾക്കുന്നില്ല. കുറച്ച് പേരൊക്കെ തന്നെ കഴുകുന്നുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെവിൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട്. ഞാൻ ഇത്രയും ദിവസം ഞാനത് ചെയ്തിട്ടില്ല, ഞാനൊരു ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക് ഞാനതിനും ചെയ്യും എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും ദിവസം അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ പാത്രം അവൻ കുടിച്ച ഗ്ലാസ് അവൻ പല സ്ഥലത്താണ് കൊണ്ടിടുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോഴും അവൻ്റെ ഗ്ലാസ് പല ആൾക്കാരും കഴുകുന്നതെന്ന് പറയുന്നു. സോ അങ്ങനെ ഒരാൾക്ക് അത് പറയാൻ റൈറ്റ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് മെയിൻ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന് ബാക്കിയുള്ള ആൾക്കാർ കഴിച്ച പാത്രം കഴുകാൻ വയ്യ. അതാണ് നെവിൻ്റെ പ്രശ്നം. അത്രയേ ഉള്ളൂ, എനിക്കതാണ് മനസ്സിലാവാൻ സാധിച്ചത്. അതാണ് അവൻ്റെ പ്രശ്നം. അത് പക്ഷെ അവൻ കഴുകണ്ട എന്ന് എല്ലാവരും പറഞ്ഞു, നീ കഴുകണ്ട, അപ്പാനെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നെവിൻ അതും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, കഴിക്കുന്ന മാത്രം കഴുകി വെക്കണം. പക്ഷെ പറയുന്നവൻ ചെയ്തൊന്ന് കാണിച്ചാൽ ഓക്കെ, അത് ഓക്കെയാണ്. അവനും കൂടി ഒന്ന് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും ഇല്ല കേട്ടോ പറഞ്ഞതിനകത്ത് കാര്യമൊക്കെ. ഇത് കഴിയുമ്പോഴാണ് ഒരിടത്തൊരിടത്ത് കഥ പറയാൻ അങ്ങോട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നത്. കൊള്ളാത്. ഇന്നെന്തായാലും നമ്മുടെ ശാരികയും രേണും ഒണിയിലും കൂടെയാണ് കഥ പറയുന്നത്. ഒണിയിലിൻ്റെ കഥ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഒണിയിൽ ഭയങ്കര ജെന്യുവൻ ആയിട്ട് പറയുന്നതാണ് എനിക്ക് തോന്നി. ശാരികയാണെങ്കിലും കുഴപ്പമില്ല. ശാരിക പിന്നെ ശാരികയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഞാൻ മറ്റേ ഹോട്ട് സീറ്റിലെ മറ്റേ സെറ്റപ്പ് അതിൻ്റെ ഒരു കഥയാണ് അവളിരുന്ന് പറയുന്നത്. എന്താണെങ്കിലും അതും വിടാം. പക്ഷെ രേണു സുധിയുടെ കഥ എൻ്റെ പൊന്നെ തീർന്നു. രേണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദ്യങ്ങൾ 100 രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണു എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തു, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ വന്നിട്ട് പറയുന്നു, ഇപ്പം വ്യക്തമായിട്ട് ഇന്നത്തെ കഥ പറച്ചില്ലോ അവൾ പറയുന്നുണ്ട് അവളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നേഴ്സിങ്ങിന് പോയി. അതും വേറൊരു കോമഡി എന്താണെന്നറിയോ, നേഴ്സിങ് ബാംഗ്ലൂർ കാണാൻ വേണ്ടി ഞാൻ നേഴ്സിങ് പഠിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോകുന്നവർക്ക്
അതെന്ത് ജോലിയാണ്? ഒരു നേഴ്സിന്റെ ജോലി എന്താണെന്ന് അറിയാതെയാണോ അത് പഠിക്കാൻ പോകുന്നത്? പഠിക്കാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കോട്ടെ, ആ ഹോസ്റ്റൽ പ്രശ്നമായിക്കോട്ടെ, കോളേജ് സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, എല്ലാം ഓക്കെ. പക്ഷെ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, ഒരു നേഴ്സ് എന്താ ചെയ്യുന്നത്, ഒരു വക്കീൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെയൊക്കെ അത് പഠിക്കാൻ ഇവിടെ ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ ആൾ ഒഴികെ, രേണു സുധി നേഴ്സ് പഠിക്കാൻ പോയതാ. അവിടെ ചെന്ന് പഠിത്തം തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അയ്യോ ബ്ലഡ് പ്രശ്നമാ, അയ്യോ ഇഞ്ചക്ഷൻ പ്രശ്നമാ, ബ്ലഡ് കണ്ടാൽ എനിക്ക് തല കറങ്ങും, അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ നിർത്തി പോകുന്നെന്ന്. എന്താ ഇതിനെ പറയണ്ടേ? ആ പിന്നെ എയർ ഹോസ്റ്റസ് കഥ, പഠിക്കാൻ പോയിട്ട് ഞാൻ പകുതി വെച്ച് അതും നിർത്തി പോന്നു. നമ്മൾ നേരത്തെ പറയുന്ന കേട്ടു, പണിയെടുത്തു. ഇപ്പം പണിയൊന്നും ഇല്ല, പക്ഷെ അതും പോട്ടെ. പക്ഷെ ഈ നേഴ്സിന്റെ കഥ വരെ അവർ പറയുമ്പോൾ ഒരു ബന്ധവും ഇല്ലാതെ ബ്ലഡ് കാണുമ്പോൾ തല കറങ്ങി വീഴുന്ന ടീം 1 വർഷം അവിടെ നേഴ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ ഈ ബ്ലഡ് കാണുമെന്ന് അറിയാമെങ്കിൽ നേരത്തെ പോകണ്ടായിരുന്നല്ലോ ചേച്ചി. എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. അപ്പം എന്തായാലും ഇതൊക്കെയാണ് നടക്കുന്ന ഇന്നത്തെ ദിവസം. അപ്പോൾ ഇവരുടെ ഈ കഥ പറച്ചിലും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, കഥ പറച്ചിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഥ പറച്ചിൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിനെ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാകാത്തതാണ്. മറ്റേ ഉണിയിൽ അവൻ്റെ അമ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വളരെ നല്ല രസമായിട്ടാണ് ഉണിയിൽ സംസാരിക്കുന്നത്. വളരെ രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കേസ്, ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ രാത്രിയിൽ നമ്മുടെ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ജിസയിൽ അവളുടെ മറ്റേ ആ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം വന്നിങ്ങനെ തുറന്നിട്ട് അവളുടെ എന്തോ സൺസ്ക്രീൻ കാണുന്നില്ല, ഫേസ് വാഷ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ലാലേട്ടൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മിക്കവാറും ഒറ്റയടിക്ക് വോട്ടും കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കത്തില്ല, അടിച്ച് വെളിയിലാക്കാനുള്ള എല്ലാ പരിപാടിയും ജിസയിൽ ഒപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹിന്ദിയിലുണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് ഈ ചേച്ചി മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നാളെ രാവിലെ അങ്ങോട്ട് ലൈവ് തുടങ്ങട്ടെ. എന്നിട്ട് ലൈവ് അപ്ഡേറ്റുമായി നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.